വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3ാം ക്ലാസ്സിലെ മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന ഇംഗ്ലീഷ് ലെസൻ്റെ എക്സർസൈസാണ്. നമുക്ക് എക്സർസൈസ് ചെയ്യാം. ഇതാ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ 29ാമത്തെ പേജാണ്. അതിൽ ആൻസർ ദ ഫോളോവിങ് ഉണ്ട്. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം, ഹൂ വെയർ ദ 4 ഫ്രണ്ട്സ്? ആരായിരുന്നു ഈ 4 കൂട്ടുകാരെ? നമുക്ക് നോക്കാം ആരായിരുന്നു ആ 4 കൂട്ടുകാരെന്ന് അല്ലേ. ആൻസർ ഇതാണ്. ദേ വെയർ റെക്റ്റാങ്കിൾ, സർക്കിൾ, സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ. ആരൊക്കെയാണ്? ദേ വെയർ റെക്റ്റാങ്കിൾ, സർക്കിൾ, സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ. അങ്ങനെ 4 കൂട്ടുകാർ. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റെക്റ്റാങ്കിൾ എന്നും സർക്കിൾ എന്നും സ്ക്വയർ എന്നും ട്രയാങ്കിൾ എന്നും എഴുതുമ്പം അതിൻ്റെ ആദ്യത്തെ അക്ഷരം വലിയ ആയിരിക്കണം. കാരണം പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വലിയ ആയതുകൊണ്ടാണ് ആകണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ റെക്റ്റാങ്കിൾ എന്ന് എഴുതുമ്പം R വലിയ ആയിരിക്കണം, സർക്കിൾ എന്ന് എഴുതുമ്പോൾ C വലിയ ആയിരിക്കണം, സ്ക്വയർ എന്ന് എഴുതുമ്പോൾ S വലിയ ആയിരിക്കണം, ട്രയാങ്കിൾ എന്ന് എഴുതുമ്പോൾ T വലിയ ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്നാണ് പറഞ്ഞത്? ഹൂ വെയർ ദ ഫ്രണ്ട്സ് എന്നല്ലേ. ഹൂ വെയർ ദ 4 ഫ്രണ്ട്സ്. അപ്പം ഇങ്ങനെ ഉണ്ട്, ദ 4 ഫ്രണ്ട്സ് വെയർ റെക്റ്റാങ്കിൾ, സർക്കിൾ, സ്ക്വയർ ആൻഡ് ട്രയാങ്കിൾ എന്ന് പറയണം കേട്ടോ. അടുത്തത് നോക്കാം, അടുത്ത ചോദ്യം നോക്കാം. വൈ വെയർ ദേ ഫൈറ്റിംഗ്? ആൻസർ ഇങ്ങനെയാണ്. ആൻസർ പറയാവേ. ദേ വെയർ ഫൈറ്റിംഗ് ബിക്കോസ് ഈച്ച് ഓഫ് ദം സെഡ് ദാറ്റ് ഹീ വാസ് ദ ബെസ്റ്റ് അല്ലേ. അയാളാണ് ബെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈച്ച് ഓഫ് ദ സെഡ് ദാറ്റ് ഹീ വാസ് ദ ബെസ്റ്റ്. ഓരോരുത്തരും പറഞ്ഞ് അയാളാണ് മിടുക്കനെന്ന്. അതുകൊണ്ടാണ് വഴക്കായത് അല്ലേ. ഇനി അടുത്തത് നോക്കാം. ഹൂ ഹെൽപ് ദം ടു എൻഡ് ദെയർ ഫൈറ്റ്? ആരാണ് അവരുടെ ഫൈറ്റ് അവസാനിപ്പിക്കാൻ സഹായിച്ചത്? ഹൂ ഹെൽപ് ദം ടു എൻഡ് ദെയർ ഫൈറ്റ്? ആരെ സഹായിച്ചത്? ദി സ്റ്റാർ ഹെൽപ് ദം. ദി സ്റ്റാർ വേണ്ട, സ്റ്റാർ ഹെൽപ് ദം ടു എൻഡ് ദെയർ ഫൈറ്റ്. സ്റ്റാർ ഹെൽപ് ദം ടു എൻഡ് ദെയർ ഫൈറ്റ്. സ്റ്റാറാണ് സഹായിച്ചത്. സ്റ്റാറാണ് സഹായിച്ചത് കേട്ടോ. അപ്പം സ്റ്റാർ ഹെൽപ് ദം ടു എൻഡ് ദെയർ ഫൈറ്റ് എന്ന് എഴുതണം. അതാ ഉത്തരം. അടുത്തത്, വാട്ട് ലെസൺ ഡിഡ് ദ ഫ്രണ്ട്സ് ലേൺ ഇൻ ദ എൻഡ്? വാട്ട് ലെസൺ ഡിഡ് ദ ഫ്രണ്ട്സ് ലേൺ ഇൻ ദ എൻഡ്? അവസാനം എന്ത് പാടാണ് അവർ പഠിച്ചെന്നാണ്. അതിന് ഉത്തരം എങ്ങനെയാണ്? ദ ഫ്രണ്ട്സ് ലേൺ ദാറ്റ് ടുഗദർ ദേ ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. ഒരുമിച്ച് കൂടിയാൽ അവർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് അവർ പഠിച്ചത്. അതാണ് ആ ഉത്തരം കേട്ടോ. ഉത്തരം ഒന്നുകൂടെ പറയാം. ദ ഫ്രണ്ട്സ് ലേൺഡ് ദാറ്റ് ടുഗദർ ദേ ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്. അതാണ് ആൻസർ. അപ്പോൾ അത് എഴുതണേ. ഇനി അടുത്തത് നോക്കിക്കേ. റൈറ്റ് T ഫോർ ട്രൂ ആൻഡ് F ഫോർ ഫോൾസ്. ശരിയും തെറ്റും വേറെ വേറെ എഴുതാനാണ്, തിരിച്ചെഴുതാനാണ്. റൈറ്റ് T ഫോർ ട്രൂ, ട്രൂ. ട്രൂവിന് T എന്ന് എഴുതണം, ഫോൾസിന് F എന്ന് എഴുതണം. അപ്പോൾ നോക്കാം. ദ സർക്കിൾ ഡസ് നോട്ട് ഹാവ് ഷാർപ്പ് എഡ്ജസ്. അത് ശരിയാണ്. അപ്പം നിങ്ങൾ ട്രൂ എന്ന് എഴുതാണ്ട്. സർക്കിൾസിന് മൂലയൊന്നുമില്ല. അപ്പോൾ T ആണ്. സർക്കിൾസ് ഡു നോട്ട് ഹാവ് ഷാർപ്പ് എഡ്ജസ്, ട്രൂ. അടുത്തത് B. ദ സ്ക്വയർ ഹാസ് 4 sides ബട്ട് നോട്ട് ഓൾ ഓഫ് ദം ആർ ഈക്വൽ ഇൻ സൈസ്. അത് തെറ്റാണ്. സ്ക്വയേഴ്സ് ഹാവ് 4 sides ബട്ട് ഓൾ ഓഫ് ദം ആർ ഇൻ ഈക്വൽ സൈസ് അല്ലേ. നോട്ട് ഇൻ ഈക്വൽ സൈസ് എന്നല്ല, നോട്ട് ഇൻ ഈക്വൽ സൈസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് തെറ്റാണ് അല്ലേ. സ്ക്വയറിന് 4 വശങ്ങളുണ്ട്. 4 വശങ്ങൾ ഒരേ വലിപ്പത്തിലുള്ളതല്ലെന്നാണ് പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അത് ഫോൾസ് എന്ന് എഴുതുന്നുണ്ട്, F കേട്ടോ. സി, ദ ട്രയാങ്കിൾ ഹാസ് 2 sides. അത് തെറ്റാണ്. ട്രയാങ്കിൾസ് ഹാസ് 3 sides എന്ന് പറയാൻ നമുക്ക് ട്രൂ പറയായിരുന്നേ. ട്രയാങ്കിൾ ഹാസ് 2 sides. അത് ഫോൾസ് ആണ്, F എന്ന് എഴുതണം. ദ ഫ്രണ്ട്സ് കുഡ് ഡിസൈഡ് ഹൂ വാസ് ദ ബെസ്റ്റ് എമംഗ് ദം. അത് തെറ്റാണ്. ഫ്രണ്ട്സിന് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ദ ഫ്രണ്ട്സ് കുഡ് നോട്ട് ഡിസൈഡ് ഹൂ വാസ് ദ ബെസ്റ്റ് എമംഗ് ദം. ആർക്കും അങ്ങനെ തീരുമാനിക്കാൻ പറ്റിയില്ല. അവരെന്താ മനസ്സിലാക്കിയത്? അവരെല്ലാവരും ഈക്വൽ ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് തെറ്റാണ്. ഫ്രണ്ട്സ് കുഡ് ഡിസൈഡ് ഹൂ വാസ് ദ ബെസ്റ്റ് എമംഗ് ദം.
അത് തെറ്റാണ്. ഇറ്റ് ഈസ് ഫോൾസ്. അടുത്തത് നോക്കാം. 6. ഹു ഈസ് യുവർ ഫ്രണ്ട്? ആരാണ് നിങ്ങളുടെ കൂട്ടുകാരൻ? വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ ഡു വെൻ യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു? നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ സഹായിക്കുമ്പം എന്ത് ചെയ്യാൻ പറ്റും? ഹു ഈസ് യുവർ ഫ്രണ്ട് എന്നുള്ളതിന് നമുക്ക് ലളിതമായ ചോദ്യമല്ലേ. ഹു ഈസ് യുവർ ഫ്രണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും രാജു ഈസ് മൈ ഫ്രണ്ട്, അല്ലെ മുഹമ്മദ് ഈസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ മൈ ഫ്രണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേര് പറയണം. മൈ ഫ്രണ്ട് ഈസ് രാജു എന്ന് പറഞ്ഞാൽ മതി. സുഹൃത്തിൻ്റെ പേര് മൈ ഫ്രണ്ട് ഈസ് എന്ന് പറഞ്ഞ ശേഷം സുഹൃത്തിൻ്റെ പേര് പറഞ്ഞാൽ മതി. അപ്പം ശരിയാണ് കേട്ടോ. ദെൻ വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ ഡു വെൻ യുവർ ഫ്രണ്ട് ഹെൽപ്സ് യു? വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ ഡു വെൻ യുവർ ഫ്രണ്ട് ഹെൽപ്സ് യു? ഫ്രണ്ട് സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു നന്ദി പറയാൻ പറ്റൂല്ലയോ? അങ്ങനെ പറഞ്ഞാൽ മതി. ഐ ക്യാൻ സേ ഗുഡ് ബൈ ഓർ ഐ വിൽ സേ ഗുഡ് ബൈ എന്ന് പറഞ്ഞാലും മതി കേട്ടോ. അടുത്തത് ലുക്ക് അറൗണ്ട് യു, ടോക്ക് അബൌട്ട് ദ ഷേപ്സ് ഓഫ് വാട്ട് യു സീ. നിങ്ങളുടെ ചുറ്റും നോക്കുക, അവിടെ കാണുന്ന ഷേപ്പൊക്കെ പറയുക. എന്തൊക്കെ ഷേപ്സ് കാണാൻ പറ്റും? നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്നത് അവിടെ നിങ്ങളുടെ ബ്ലാക്ക് ബോർഡ് അത് റെക്റ്റാങ്കിൾ ഷേപ്ഡാണ്. അപ്പോൾ ബ്ലാക്ക് ബോർഡ് ഈസ് റെക്റ്റാങ്കിൾ ഇൻ ഷേപ്പ്, യുവർ ബുക്ക് ഈസ് റെക്റ്റാങ്കിൾ ഇൻ ഷേപ്പ്, ദെൻ ദ സ്കെയിൽ, പ്ലാസ്റ്റിക് സ്കെയിൽ ഈസ് റെക്റ്റാങ്കിൾ ഇൻ ഷേപ്പ് എന്നൊക്കെ പറയാം. പിന്നെ സ്ക്വയർ ഷേപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതും പറയാം, റൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും പറയാം. അപ്പോൾ അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഡിവൈഡ് ഇൻറ്റു ഗ്രൂപ്പ്സ് ഓഫ് 5. നിങ്ങളെ 5 പേരുള്ള ഗ്രൂപ്പ് ഇതാകണം. എന്നിട്ടോ ഈച്ച് ഓഫ് യു വിൽ ബി വൺ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ആ കഥയിലെ ഓരോ ക്യാരക്ടറാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരാൾ സ്ക്വയർക്കാകാം, ഒരാൾക്ക് ട്രയാങ്കിൾ ആകാം, ഒരാൾക്ക് റെക്റ്റാങ്കിൾ ആകാം, അടുത്ത ആൾക്ക് സ്റ്റാർ ആകാം. അപ്പോഴേ നിങ്ങളുടെ ടേൺ അനുസരിച്ച് ഓരോരും മാറി മാറി ആ കഥ വായിക്കണം. ടേക്ക് ഇറ്റ് ടേൺസ് ആൻഡ് റീഡ് ഔട്ട് ദ സ്റ്റോറി. എൻജോയ് ബൈ ആഡിങ് ആക്ഷൻസ് ടു വാട്ട് യു സേ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നല്ല കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വേണം പറയാനായിട്ട്. അതാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഓരോ പേര് സ്വീകരിച്ചിട്ട് സ്ക്വയറിൽ നിന്നും ട്രയാങ്കിളിൽ നിന്നും റെക്റ്റാങ്കിളിൽ നിന്നും സ്റ്റാറിൽ നിന്നൊക്കെ പേര് സ്വീകരിച്ചിട്ട് അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെ സെൻറ്റൻസ് ഇങ്ങനെ പറയണം കേട്ടോ. അത് ചുമ്മാ പറഞ്ഞാൽ ഒരു ആംഗ്യമൊക്കെ കാണിച്ച് പറയണം കേട്ടോ. അതാണിത്. അടുത്ത നോക്കാം. റീഡ് ദ ഫോളോവിങ് ലൈൻസ്. എ പീജിയൻ ആൻഡ് ആൻ ആൻഡ് ബിക്കെയിം ഫ്രണ്ട്സ്. നോട്ടീസ് ദാറ്റ് എ ബിഫോർ പീജിയൻ ആൻഡ് ആൻ ബിഫോർ ആൻഡ്. അതെന്താ അങ്ങനെ വന്നതെന്ന് നോക്കണം. മനസ്സിലായോ? വി യൂസ് എ ബിഫോർ സിംഗുലർ നൗൺസ് ദാറ്റ് ബിഗിൻസ് വിത്ത് കൺസോണൻസ്. നമ്മളെ എ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്നറിയോ? സിംഗുലർ നൗൺസിൻ്റെ കൂടെ എ ഉപയോഗിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ വരുമ്പോഴാണ്. വ്യഞ്ജനാക്ഷരങ്ങളുടെ സൗണ്ട് വരുമ്പോഴാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം എ മാൻ, എ ബോയ്, എ ഗേൾ എന്നൊക്കെയാണ് പറയുക അല്ലേ? ആൻ ഈസ് യൂസ്ഡ് ബിഫോർ സിംഗുലർ നൗൺസ്. ആൻ ഉപയോഗിക്കുന്ന സിംഗുലർ നൗൺസിൻ്റെ കൂടെയാണ്. എപ്പോഴാണ്? വെൻ ദ സൗണ്ട് ബിഗിൻസ് വിത്ത് വവൽ സൗണ്ട്. വവൽ സൗണ്ട് വെച്ച് തുടങ്ങുമ്പോഴാണ്. ആൻ എലിഫൻറ്റ്, ആൻ ആനിമൽ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? യൂസിങ് ദിസ് ഇൻഫർമേഷൻ ഫിൽ അപ്പ് ദ ഫോളോവിങ് ബ്ലാങ്ക്സ്. അതിപ്പോൾ നിങ്ങൾ താഴോട്ട് നോക്കിയിട്ട് അത് പറയണം. ഇത് ഓരോന്നും കൊടുത്തു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് എ ചേർത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാതെ 1. ഒന്നാമത്തത് എ ഡോഗ് ഈസ് ബാർക്കിംഗ് അറ്റ് ദ പോസ്റ്റ്മാൻ. അവിടെ എ ഡോഗ് എന്നേ പറയുള്ളൂ, ആൻ ഡോഗ് എന്ന് പറയില്ല. കാരണം ഡി എന്ന് പറയുന്നത് വവൽ സൗണ്ട് അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം എ ഡോഗ് ഈസ് ബാർക്കിംഗ് അറ്റ് ദ പോസ്റ്റ്മാൻ എന്നാ പറയുക. രണ്ടാമത്തെ മൈ മദർ ഗീവ്സ് ചപ്പാത്തീസ് ടു എ കൗ എവറി ഡേ. എ കൗ എന്നാണ് പറയുന്നത്, നോട്ട് ആൻ കൗ. ആൻ കൗ എന്ന് പറയില്ല. ഇൻ സമ്മേഴ്സ് എ സ്പാരോ ബിൽഡ്സ് ഇറ്റ്സ് നെസ്റ്റ്. വേനൽക്കാലത്തെ സ്പാരോ കുരുവികൾ കൂടുണ്ടാക്കും. എവിടെയാണ് കൂടുണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. ഓൺ ദ മാംഗോ ട്രീ നിയർ അവർ ഹൗസ്. മാവേല, വീടിൻ്റെ അടുത്തുള്ള മാവേൽ കേട്ടോ. അപ്പോഴേ അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത്? ഇൻ സമ്മേഴ്സ് എ സ്പാരോയാണ് വേണ്ടി. എ സ്പാരോ ബിൽഡ്സ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ദ മാംഗോ ട്രീ നിയർ അവർ ഹൗസ് എന്നാ വേണ്ടിയത്. എ സ്പാരോ ബിൽഡ്സ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ദി മാംഗോ ട്രീ നിയർ അവർ ഹൗസ്. ഫില്ല് ചെയ്യേണ്ടത് എ എന്നാണ്. എ സ്പാരോ കേട്ടോ.
അപ്പോൾ ഈ ക്ലാസ് നമുക്കിപ്പം ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോഴേ ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.